ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ചെയ്യേണ്ട, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടല്ല. ഇതിനിടയ്ക്ക് വേറെ ചില വിഷയങ്ങൾ വന്നതുകൊണ്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് അങ്ങോട്ടാണ്. കാര്യം ഈ ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ ഒരുപാട് ആളുകൾ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പതിയാണെങ്കിലും ഞാൻ ചെയ്താൽ മതി. എപ്പോഴാണെങ്കിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ അഭിപ്രായം പറയണം എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും എനിക്ക് വ്യക്തമായ എൻ്റെതായ ഒരു അഭിപ്രായമുണ്ട്. അത് സഭ്യമായ രീതിയിൽ അഭിപ്രായമായാലും വിമർശനമായാലും സഭ്യമായ ഭാഷയിൽ നമുക്ക് സംസാരിക്കാം എന്നത് നമ്മുടെ ഒരു നിയമവശം തന്നെയാണ്. ആർക്കും സഭ്യമായ ഭാഷയിൽ ആർക്കെതിരെയും വിമർശിക്കാം, ആരെയും പരാമർശിക്കാം. സഭ്യമായ ഭാഷ ഉപയോഗിക്കുക, അല്ലാതെ ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ അവകാശമില്ല. ഇതൊക്കെ ശരിയാണ്. ഈ ബോബി ചെമ്മണ്ണൂർ ബോച്ച എന്ന് പറയുന്ന ആളെ യാതൊരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കുറേ ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പേരിൽ എന്ത് വൃത്തികേടും വിളിച്ച് പറയാം എന്നുള്ള ലൈസൻസ് ഒന്നുമില്ല. ഡബിൾ മീനിങ് ഒരു പഴംപൊരിയുടെ വിഷയമുണ്ടല്ലോ, ആ വിഷയം ആ വീഡിയോ കണ്ടതിൽ പിന്നെ വല്ലാണ്ട് വെറുത്തു പോയ ഒരാളാണ് ഈ ബോച്ച എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇപ്പം ഈ പറയുന്ന പ്രസ്തുത നടിക്കെതിരെ മാത്രമല്ല, ആർക്കെതിരെയും ഏതാൾക്കെതിരെയും ഇങ്ങനെ സംസാരിക്കുന്നതിന് യാതൊരു ഉളുപ്പും ചളുപ്പും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ബോച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ ഒരു വിധത്തിൽ ന്യായീകരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ആ രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത് കേട്ടോ. കാര്യം പറയാം, അതിനു മുമ്പ് നടന്ന നമ്മുടെ സിദ്ദിഖിൻ്റെ ഇഷ്യൂ, സിനിമാ മേഖലയിലുണ്ടായ ആ ഒരു പ്രശ്നം, ഒരു പെൺകുട്ടി അത്രയ്ക്ക് തെളിവുകളോടെ ഒരു കേസ് കൊടുത്തിട്ട് പോലും അയാൾ ഇപ്പോൾ ഈ സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യനിപ്പം കയ്യും വീശി നല്ല മാന്യനായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നടക്കുന്നുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല, അതിനെതിരെ ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. വാക്കുകൾ കൊണ്ടുള്ള ഒരു പീഡനം ഒരാൾക്ക് നേരിട്ടപ്പോൾ ഇത്ര വലിയ ആക്ഷൻ, കൊടും കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ അയാളെ ചെന്നിട്ട് പിടിച്ചുകൊണ്ട് വന്ന് ബാക്കിയുള്ള ആക്ഷനൊക്കെ എത്ര പെട്ടെന്നായിരുന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ജയിലിലാക്കുന്നു, പിടിച്ചുകൊണ്ട് വരുന്നു. ഇത്ര സഡൻ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പോലീസ് സംവിധാനമാണല്ലോ നമുക്കുള്ളത് എന്നെനിക്ക് അഭിമാനം തോന്നി. പക്ഷെ അതേപോലെ തന്നെ അപമാനവും തോന്നി. ഇത് ചിലരുടെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുക അല്ലേ. ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദിയ കൃഷ്ണ ഇഷ്യൂവിൽ കാശുള്ളവൻ കാശില്ലാത്തവൻ എന്നൊന്നുള്ള തരംതിരിവൊന്നും വേണ്ട. കാശുള്ളവർക്കും നീതി വേണം, കാശ് ഇല്ലാത്തവർക്കും നീതി വേണം, എല്ലാവർക്കും നീതി വേണം. സൗന്ദര്യമുള്ളവർക്കും വേണം, സൗന്ദര്യമില്ലാത്തവർക്കും വേണം. മനുഷ്യനാണോ മനുഷ്യന് ഒരേ നീതി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. ദിയ കൃഷ്ണയ്ക്ക് ക്യാഷ് ഉണ്ട് എന്ന് കരുതിയിട്ട് നീതി നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പ്രസ്തുത നടിക്കും ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ സൗന്ദര്യമുണ്ട് എന്ന് കരുതിയിട്ട് അവർക്കും നീതി നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതേപോലെ സെയിം ഇതിനെ കഴിഞ്ഞും കൂടുതൽ അനുഭവിച്ച, സിദ്ദിഖിന് നേരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? അതുപോലെ ഒരുപാട് ആളുകൾ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങിയിട്ട് അവർക്ക് യാതൊരുവിധ പരിഗണനയും കിട്ടുന്നില്ല. ഇവർക്ക് പെട്ടെന്ന് തന്നെ VIP പരിഗണന, CM-നെ വരെ നേരിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു അനുമതി എത്ര പേർക്ക് കിട്ടും? ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മളിൽ എത്ര പേർക്ക് അത് ഉണ്ടാവും? പിന്നെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത് എങ്ങനെയൊക്കെ സംസാരിച്ചാലും ഇതിനൊരു എൻഡ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരുപറ്റം ആളുകൾ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നുണ്ട്, വസ്ത്രം അവരവരുടെ ഇഷ്ടമാണ്, അവരവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ, ഇതിൽ പറയാനായിട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങുമ്പോൾ അവരുടെ വീട്ടിലുള്ള വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ആരും ഒന്നും പറയുന്നില്ല. ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങുമ്പോൾ പൊതുജനത്തെ കാണിച്ചിട്ട് അവരെ അഭിസംബോധന ചെയ്ത് നിൽക്കുമ്പം ഉള്ള വസ്ത്രധാരണ പറ്റി പൊതുജനത്തിനും മാന്യമായിട്ട് വിമർശിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട്. ആർക്കും പറയാം. ഇപ്പം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷ സഭ്യമാകണം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വസ്ത്രധാരണ രീതി കുറച്ച് സഭ്യമാകണം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഞാൻ 100-ൽ 101% രാഹുൽ ഈശ്വറിന്റെ പക്ഷത്താണ്. കുറേ കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹത്തോട് യോജിപ്പില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ സത്യസന്ധമായിട്ട് നിലപാടെടുത്തത് രാഹുൽ ഈശ്വർ മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താണോ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്, ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും പറയാനുള്ളത്, അത് തന്നെയാണ് അദ്ദേഹം ചങ്കുറപ്പോടെ നിന്ന് പറയുന്നത്. ഈ രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഒരു ചോദ്യം സത്യമാണ്. ഏതെങ്കിലും മനുഷ്യന് വൺസ് തോന്നാതിരുന്നിട്ടുണ്ടോ ഇവരുടെ വസ്ത്രധാരണ രീതി, അയ്യോ എന്താ ഇവരിങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്ന് തോന്നാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്നോട് സംസാരിച്ചിട്ടുള്ള എനിക്കറിയുന്ന ആളുകൾ
ബഹുഭൂരിപക്ഷവും എല്ലാവരും തന്നെ അത് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഈ കമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും ഉള്ളിലിരിപ്പ് അത് തന്നെയാണ്. പക്ഷെ പുറത്ത് പറയാൻ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ള രീതിയിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാനായിട്ട് മടിക്കുകയാണ്. നിയമം അതാണ്, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരാളുടെ വസ്ത്രധാരണ രീതിയെ വിമർശിക്കാനായിട്ട് നമ്മൾക്ക് അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവരെ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് പറയാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. മോശമായിട്ട് പറയാനുള്ള അവകാശം നമുക്കില്ല, ശരിയാണ്. പക്ഷേ എന്ത് കണ്ടാലും ഇപ്പം പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നു, ആരെയൊക്കെ നമ്മൾ വിമർശിക്കുന്നു, ക്രിറ്റിസൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വസ്ത്രധാരണ രീതി, ഇത് കേരളത്തിലെ ഒരു സ്ത്രീയാണ്, നമ്മുടെ എല്ലാം കൺമുൻപിലാണ്. ഈ ഒരു ഇനാഗ്രേഷൻ ആണെങ്കിലും ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ള യോഗ്യത, അവകാശം നമുക്കില്ല എന്നുള്ളത് എന്തൊരു വിഡിത്തമായ സംസാരമാണത്. ചാനൽ ചർച്ചകളിൽ ഇരിക്കുന്ന ലേഡീസ് അവർ പക്ക ക്ലിയർ ആയിട്ട് വസ്ത്രം ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഷോള് തന്നെ അത് കറക്റ്റ് പൊസിഷനിലാണോ കിടക്കുന്നത് എന്ന് പലതവണ ചെക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്ത്രീകളും. അതുപോലെ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടിരിക്കുന്ന സ്ത്രീകളാണ് പറയുന്നത്. അവരുടെ വസ്ത്രധാരണത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഷുവർ, 100% അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, സംസാരം സഭ്യമായിരിക്കണം എന്ന് പറയുന്നില്ലേ? വേറൊരാളുടെ നാവിലെ വായിൽ നിന്ന് വീഴുന്ന സംസാരം സഭ്യമായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു കാഴ്ചയാണ് വസ്ത്രധാരണം കുറച്ച് മാന്യമായിട്ടായിരിക്കണം എന്ന് വിമർശിക്കുന്നതിൽ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ ഇരിക്കുന്ന സ്ത്രീകൾ അത്രയും മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട് അവരിങ്ങനെ പറയുന്നു, ഇവരുടെ വസ്ത്രധാരണം അവർക്ക് ഇഷ്ടമാണ്, നല്ലതാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇവരങ്ങനെ വസ്ത്രം ധരിക്കുന്നില്ല? ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് അങ്ങനെ വസ്ത്രം ധരിക്കുന്നില്ല? അപ്പോൾ അവർ പറയും, ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇഷ്ടമുള്ളവർ ധരിച്ചോട്ടെ. ഓക്കെ, എന്തുകൊണ്ട് അവരുടെ മക്കൾ അതുപോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവർ വിലക്കുന്നു? അപ്പോൾ അവരുടെ മക്കളും അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. സോ അതാണ് പറയുന്നത്, എൻ്റെ കാര്യം ഞാൻ മറ്റുള്ളവരാൽ അപമാനിതയാകാൻ പാടില്ല, എൻ്റെ മക്കൾ അപമാനിതയാകാൻ പാടില്ല. ഇത് മറ്റൊരാൾ കൈ കഴിയുമ്പം ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി ആ ഒരു കാര്യം പറയും, നമുക്ക് മറ്റുള്ളവരെയും വിമർശിക്കാം, പക്ഷെ അത് എന്നിലേക്കും എൻ്റെ മക്കളിലേക്കും വന്നു കഴിയുമ്പോൾ മാത്രം അത് പ്രശ്നമാണ്. അത് തെറ്റാണ്. അത് മറ്റുള്ളവരുടെ കണ്ണിൽ വേറെ രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് ഈ കുട്ടികൾക്കെല്ലാം നല്ല വ്യക്തമായിട്ടറിയാം. ഈ വസ്ത്രധാരണ രീതി, ഈ പ്രസ്തുത നടിയുടെ വസ്ത്രധാരണ രീതി അത്ര നന്നല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്ര നന്നല്ല മീൻസ് അതിൻ്റെ ഓരോ ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വരനോട് ചോദിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്, നിങ്ങൾ ഏത് രീതിയിലാണ് നല്ലതല്ലെന്ന് പറയുന്നത്? എന്താണ് അതിന് പ്രശ്നം? ഏതാണ് പ്രശ്നം? എങ്ങനെയാണ് സഹോദരൻ നിങ്ങളെല്ലാം കാണുന്നതാണ്? നിങ്ങളുടെ കണ്ണിൽ അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ കാണിക്കുന്ന കള്ളത്തരമാണ്. നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നതാണ്. ഇപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളതെന്ന് അറിയാവോ? ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, വസ്ത്ര സ്വാതന്ത്ര്യം എന്തുമായിക്കോട്ടെ, അത് സ്ത്രീക്ക് മാത്രമല്ല ഉള്ളത്, പുരുഷനും ആ സെയിം സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഒരു കാര്യം പുരുഷന്മാരും കൂടെ ചെയ്യുക. പുരുഷന്മാരും ഏതെങ്കിലും ഇനാഗ്രേഷൻ ചടങ്ങിനോ പൊതുവേദിയിൽ വെറുതെ നടക്കുമ്പോഴായിക്കോട്ടെ, എന്ത് ചടങ്ങിന് പോയാലും പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ തങ്ങളുടെ സ്വകാര്യ ഭാഗം ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ വസ്ത്രം മാത്രം ധരിക്കുക. വേറെ വേണ്ട. അങ്ങനെ നിങ്ങളും ഇറങ്ങിക്കൊള്ളുക. അന്നേ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവുള്ളൂ. സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിൽക്കാൻ സ്ത്രീകൾ തയ്യാറാകുമോ? എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും തയ്യാറാകുമെന്ന്. കാര്യം എന്താണെന്നറിയോ? ഒരിടയ്ക്ക് ലോ വേസ്റ്റ് ജീൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ആൺകുട്ടികൾ ഈ ലോ വേസ്റ്റ് ജീൻസ് ധരിക്കുമ്പോൾ എത്രയോ സ്ത്രീകൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് എനിക്കറിയാം, അയ്യോ അദ്ദേഹത്തിൻ്റെ ജെട്ടി കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്ക് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് അവരിത് കാണുമ്പോൾ. അപ്പോൾ ആണുങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കാണിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, പെണ്ണിന് സഹിക്കാൻ പറ്റില്ല. പക്ഷെ പെണ്ണ് എന്ത് കാണിച്ചാലും ഈ ജനങ്ങൾ മുഴുവൻ സഹിച്ചോണം, ആണുങ്ങൾ മുഴുവൻ സഹിച്ചോണം, ഒന്നും പറയാൻ പറ്റില്ല. കണ്ണടച്ച് മിണ്ടാതെ നിന്ന് അത് നല്ലതാണ്, സൂപ്പറാണ് എന്ന് എപ്പോഴും കൈകൊട്ടി പാടി പുകഴ്ത്തി നിന്നോണം. അതാണ് ഇവിടുത്തെ നിയമം, അതാണ് ഇവിടുത്തെ നീതി. ഇവർക്കെതിരെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതേപോലെ തന്നെ പുരുഷനെതിരെ ഉണ്ടാകുന്നുണ്ടെന്നേ. സ്ത്രീ മാത്രമല്ല എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നതും പീഡനമേക്കുന്നതും ഒക്കെ. ഇതുപോലെ പീഡനമേക്കുന്ന പുരുഷന്മാരുമുണ്ട്. അത് എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി ആരാണ് വാദിക്കേണ്ടത്? ഇനി പുരുഷന്മാർ തന്നെ അങ്ങനെ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഒരു 10 പേര് മനസ്സ് വയ്ക്ക്. ഒരു 10 പേര് മനസ്സ് വെച്ചിട്ട് നിങ്ങളും അങ്ങനെ തന്നെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങ്. നിങ്ങൾക്ക് പ്രദർശിക്കാൻ പറ്റുന്ന നിങ്ങളുടേതായ രഹസ്യമായി വെക്കേണ്ട ശരീരഭാഗങ്ങൾ ബൾജ് ചെയ്ത് നിൽക്കുന്ന
രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് അപ്പോഴേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. എത്ര സ്ത്രീകൾ ഇതിനെ ന്യായീകരിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകൾ എന്തൊക്കെ കാണിച്ചാലും എവിടമൊക്കെ ബൾജ് ചെയ്തു വെച്ച് നടന്നാലും എവിടമൊക്കെ പ്രദർശിപ്പിച്ചാലും ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു വികാരവും തോന്നാൻ പാടില്ല, ആർക്കും ഒന്നും തോന്നാൻ പാടില്ല, ആരും ഇതിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്നാണ് പൊതുസമൂഹം, സാമാന്യ ബോധമുള്ള പൊതുസമൂഹം എന്ന് പറയുന്നത്. എന്തിനാ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല എന്നാ പറയുന്നത്. ഇത് പാശ്ചാത്യ രാജ്യമല്ല, ഇത് ഇന്ത്യയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരുടെ സംസ്കാരം അതാണ്. അവർ ജനിച്ച് വീണപ്പോൾ തൊട്ട് കണ്ടു വളരുന്ന അവരുടെ സംസ്കാരം അതാണ്. നമ്മുടെ സംസ്കാരമല്ല, അതല്ല നമ്മുടെ സംസ്കാരം. നമ്മൾ എന്തിനു മറ്റുള്ള രാജ്യങ്ങളെ പാടെ അനുകരിക്കാൻ നിൽക്കണം? നമുക്ക് സ്വന്തമായ ഒരു സംസ്കാരവും പൈതൃകവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഓരോ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഓരോ രാജ്യങ്ങളിലെ ഭൂപ്രകൃതിയും അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ ഭക്ഷണവും ഒക്കെ വേറിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ള രാജ്യക്കാർ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വേറെ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വേറെയുള്ള രാജ്യങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വേറെ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കണം? എല്ലാം ഒരുപോലല്ലേ ഇരിക്കുന്നത്. വ്യത്യസ്തതയാണ് ഓരോ രാജ്യത്തെയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്, മനോഹരമാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. ഇപ്പോൾ മോഡേൺ ഡ്രസ്സ് ധരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും അവരവരുടെ ജോലിക്കും തൊഴിലിനും അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക, നമ്മുടെ സൗകര്യപ്രദമായ എല്ലാ വസ്ത്രങ്ങളും ധരിക്കാനുള്ള, എന്ത് തരം വസ്ത്രങ്ങളും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഇത് ഓവറായിട്ട് സ്വന്തം ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ മധ്യേ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് അരോചകമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളവർ അങ്ങനെ പറയുന്നത്. എന്തിനാണ് അവർക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത്? ഇപ്പം ബോച്ചയൊക്കെ വിമർശിച്ചോട്ടെ, അയാൾ പറഞ്ഞ കാര്യത്തിൻ്റെയാണ്, അയാൾക്ക് കിട്ടേണ്ടതാണ് കിട്ടിക്കോട്ടെ. പക്ഷെ നിയമത്തിൻ്റെ ആനുകൂല്യം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് 100-ൽ 101% സത്യമാണ്. എന്തിനാ അദ്ദേഹത്തെ ഇങ്ങനെ തേജോവധം ചെയ്യണം? എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ പറയുന്നവർ മുഴുവൻ പൊള്ളയായിട്ട് വെറുതെ സ്വന്തം അഭിമാനത്തെ പണയപ്പെടുത്തി, സ്വന്തം ആത്മാർത്ഥതയെ പണയപ്പെടുത്തി സംസാരിക്കുകയാണ്. അവരുടെ മനസ്സിൽ തോന്നുന്ന ഒന്നുമല്ല അവർ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് ഇത് സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മക്കൾക്ക് സജസ്റ്റ് ചെയ്യണം. എല്ലാവരും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് അംഗീകരിക്കാം. അല്ലാത്ത പക്ഷം ഈ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ എപ്പോഴും രാഹുൽ ഈശ്വറിനൊപ്പമാണ്. ഈ ഒരു വിഷയത്തിൽ 101% ഞാൻ രാഹുൽ ഈശ്വർ പറയുന്നതിനോട് യോജിക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും സഭ്യമായ ഭാഷയിൽ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. നമുക്ക് പറയാനുള്ള അധികാരം നമുക്ക് എപ്പോഴുമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടില്ല കേട്ടോ. CMനെ വിളിക്കാനുള്ള അനുമതിയും അതും ഇതൊന്നും നമുക്ക് കിട്ടില്ല. അതൊക്കെ സെലക്റ്റീവാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ മാറേണ്ടത്. ഈ സെലക്റ്റീവായ ഈ സമ്പ്രദായം തന്നെയാണ് ഇവിടുന്ന് മാറ്റേണ്ടത്. അല്ലാതെ വിമർശന സ്വാതന്ത്ര്യത്തെ അല്ല എടുത്തു കളയേണ്ടത്. ഈ സെലക്റ്റീവായിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളെയാണ് എടുത്തു കളയേണ്ടത്. അപ്പോൾ ഇതേ ഉള്ളൂ ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനായിട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്